ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നേ. അപ്പം ഞാനൊരു ഡൽഹി ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ രണ്ടാം പാർട്ടാണ് കേട്ടോ. അപ്പം കുറച്ച് സമയമെടുത്തു വീഡിയോസ് ഇടാൻ. കാരണം വീഡിയോസ് എൻ്റെ അടുത്തായിരുന്നില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ വഴി എനിക്ക് അയച്ചു തന്ന് ഞാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടി. ഒരു 2-3 ദിവസം ഞാനത് ബുദ്ധിമുട്ടി. 4 മണിക്കൂറൊക്കെ ഫോണ് ഇങ്ങോട്ടേക്ക് ഒരു മെസ്സേജും ഒരു കോളും ഒന്നും വരാണ്ട് നിന്ന സമയത്ത് ഒരു 4 മണിക്കൂറൊക്കെ എടുത്താണ് എനിക്ക് ഈ വീഡിയോ ഡൗൺലോഡായി കിട്ടിയത് കേട്ടോ. അതാണ് സമയം വൈകിയത് വീഡിയോ ഇടാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവിടെ ഹോട്ടലിൽ എത്തിയത് വരെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എല്ലാവരും ഫ്രഷായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞ് താജ്മഹലും ആഗ്ര ഫോർട്ടും എല്ലാം കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആദ്യം അമ്പാടി ഉറങ്ങേണ്ട ടൈം ആയതാണ്, അതുകൊണ്ടാണ് കരച്ചിൽ. ഉച്ച സമയമല്ലേ, സാധാരണ അവന് ഉച്ചയ്ക്കാവും ഉറങ്ങൽ. അപ്പോൾ അതിൻ്റെ കരച്ചില്ല. രാവിലെ വരുമ്പോൾ ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആഗ്രയിലെത്തിയ ദിവസം ഹോളി ആയിരുന്നേ. അപ്പോൾ എല്ലാവരും മേലെ കളറൊക്കെ ആയിട്ട് നിൽക്കുക. ഇങ്ങനെ അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം എല്ലാവരും കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയൊക്കെ ആയിരുന്നേ. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ കടകളൊക്കെ മൊത്തം എന്ന് പറഞ്ഞാൽ അടവായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി 2-3 റെസ്റ്റോറൻറ്റിൽ ആദ്യം പോയിട്ട് നോക്കി. പക്ഷേ അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. ഇവിടെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസാണ് കേട്ടോ, ഭയങ്കര പൈസയാവും. നമ്മളെല്ലാവരും കൂടെ ഓരോരുത്തർ 2 റൊട്ടിയും ആകെപ്പാട് 3 കറി എന്തേ മേടിച്ചിട്ടുള്ളൂ. അതിനെല്ലാം കൂടെ തന്നെ 2700 രൂപയോളമായി കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് എക്സ്പെൻസാണ്. നല്ലോണം പൈസ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളവിടുന്ന് ചിലവാകും. അതിന് ശേഷം നമ്മളിതാ താജ്മഹലിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളിലോ ഏറ്റവും വലിയ ഒന്നായിരുന്നു താജ്മഹൽ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളത്. നമ്മൾ പഠിക്കുന്ന കാലത്തുമൊക്കെ ഇങ്ങനെ ഷാജഹാൻ, മുംതാസ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ പ്രണയത്തിനെ കുറിച്ചുമൊക്കെ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ താജ്മഹൽ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു, എങ്ങനെയായിരിക്കും ഉണ്ടാവുക, താജ്മഹൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകുന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ഇവിടെ നമുക്ക് നിറയെ കുരങ്ങന്മാരെ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാണ്. ചിലപ്പോൾ നമ്മളെ കടിക്കാൻ വേണ്ടി വരും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ച് വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ്. കുരങ്ങന്മാരെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇവിടുന്ന്. Pri, monkey. നമുക്ക് മെയിൻ റോഡിൻ്റെ അവിടെ വരെ വണ്ടി വരുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് നമുക്ക് താജ്മഹലിൻ്റെ അവിടെ വരെ നടക്കാൻ വേണ്ടി 500 മീറ്ററാണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പാടീനെ എന്താ എടുക്കാത്തതെന്നൊന്നും വിചാരിക്കേണ്ട, അവന് നടക്കാനാണ് ഇഷ്ടം. എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ടാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മളെ ബാഗും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യും. നമ്മളെ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം എൻ്റെ ബാഗിനകത്ത് അമ്പാടിക്കുള്ള ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ബിസ്ക്കറ്റ് നമ്മൾ ഉള്ളിൽ കയറ്റാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് കാര്യങ്ങളൊന്നും കയറ്റാൻ സമ്മതിക്കില്ല. വെള്ളം എടുക്കുന്നതിന് കുഴപ്പമില്ല.
നിങ്ങളോട് പറയണ്ട, വെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാട്ടോ. ആ വെയിലത്ത് കൂടെ എങ്ങനെയാണ് നടന്നതെന്നും പറയാൻ പറ്റില്ല, അമ്മാതിരി വെയിലാണേ. അപ്പോൾ നമുക്കിവിടെ നിന്നിട്ട് നമ്മളെ ഗൈഡ് നമുക്ക് ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. പല ആൾക്കാർക്കും ഹിസ്റ്ററിയും കാര്യങ്ങളും അറിയാം, അറിയാത്തവരും ഉണ്ട്. എനിക്കിപ്പം വലിയതായിട്ടൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ 22 താഴികക്കുടങ്ങളുണ്ടെന്നും ആ 22 വർഷക്കാലം കൊണ്ടാണ് ഇത് താജ്മഹൽ പണി കഴിപ്പിച്ചതെന്നും പിന്നെ 4 എൻട്രൻസ് ആയിട്ടുള്ളത്. അതിനകത്ത് 2 എൻട്രൻസ് ഓരോരോ ഭാര്യമാർക്ക് കടന്നു വരാനുള്ള വഴികളായിട്ടും, ഒരു എൻട്രൻസ് ഇവിടുത്തെ പണിക്കാർ കടന്നു വരുന്നതായിട്ടും, പിന്നെ മെയിൻ എൻട്രൻസ് കൂടിയാണ് രാജകുടുംബത്തിലെ ആൾക്കാർ കടന്നു വരുന്നതെന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ ഇവരിവിടുന്ന് പറഞ്ഞു തരുമായിരുന്നേ. ചില ചരിത്രത്തിൽ പറയുന്നുണ്ട് ഷാജഹാന് 3 ഭാര്യമാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും, ചിലതിൽ പറയുന്നുണ്ട് 7 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ. നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഓരോ കാലഘട്ടത്തിലും ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവനവന് ഫേവറായിട്ടുള്ള രീതിയിലൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല ബുക്കുകളിലും നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലാവും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എന്താണെന്നും എനിക്കറിയില്ല. And during construction time, what happened is we completely one room, second like 22 years complete within 22 roads, and then all the symbols of Taj Mahal completed. They are all colors and themes, but they all are precious and significant. Small and with the height and letter size are big. So when you see from the distance and when you see from the bottom, so you can see the letter size is same from bottom to top. So they can read Arabic, they can read easily. And on this side you see the small kind of doors. So actually they are not doors, they all are rooms. So 110 from this side and one from that side. Total 220 rooms, especially for workers. Because in that time 20,000 workers worked for the Taj Mahal, and 70% of workers especially came from the other countries and 30% was Indian. So in case anybody injured with the stone, so they all room especially for the treatment, for the hospitality. So when we'll go there are lots of professional photographers. So if you want to take some professional picture with the Taj Mahal, then you can hire them. It's paid and other activities. It's all up to you. If you are interested, then you can hire them. Otherwise, you will take with your phone. And they will give you hard copy and soft copy in your phone. No advance payment. When you will go outside of Taj Mahal, first of all, you just take your picture, then you will pay. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞ 22 താഴികക്കുടം എന്ന് പറഞ്ഞത് ആ മുകളിൽ ഇങ്ങനെ കാണുന്ന വൈറ്റ് ഇതിലിങ്ങനെ കാണുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സിനെ വേണമെങ്കിൽ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മളൊരു ക്യാഷ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഫോണുള്ളതിനോട് നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഫോട്ടോഗ്രാഫറെ തന്നെ കൂട്ടണം കേട്ടോ. നമ്മൾ ചില സമയത്ത് വെയിൽ എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഫോണിലെടുത്തിട്ട് നമുക്ക് കുറച്ച് ഇരുണ്ടായിരുന്നു, നമ്മളെ മുഖമൊക്കെ ഇരുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുക.
നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ആ മുന്നിൽ തന്നെ താജ്മഹലുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടല്ല അവിടെ കാണുന്നത്. കുറച്ച് മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് നമ്മളെ മുന്നിൽ ഇങ്ങനെ അങ്ങോട്ട് തുറന്ന് കാണിക്കുന്ന പോലെയുണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നമുക്കതങ്ങനെ അങ്ങ് കാണാൻ എന്താ പറയുക, ഈ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മളെ ഈ മുന്നിൽ ഇരിക്കുന്നത്. അപ്പം ഇത് കാണുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് കണ്ടപ്പം വളരെ സന്തോഷമായി കേട്ടോ, ഭയങ്കര സന്തോഷമായി. Taj Mahal built by Mughal emperor. His name was Shah Jahan. But Shah Jahan not the real name, but Shah Jahan only the title which is given by the Muslims. Because Shah Jahan means king of the world. Her name was Mumtaz. But you know Mumtaz not the real name. Real name was Arjuman Banu Begum. But he called her always Mumtaz because she is from Persia and Mumtaz also the Persian word which means queen. White marble came from Rajasthan, so we called it Makrana marble. So white marble has some quality. First of all, it's a transparent type of marble, so that's why they change the color according to weather. When you see Taj Mahal, sunrise is different, sunset is different, and moonlight is different. But everybody can't see the all views. So government what they do, they make this mini size of Taj Mahal with the same material. So they organize the show with the artificial light. Here you can see how they change color in sunrise, sunset, and moonlight as an idea. Second is polish free, which you need any polish to clean it. It automatically cleans the paint. And last is the toughest marble in India. So when you see the Taj Mahal Minar with the focus, when you feel they are not straight, they are little bit tilted outside. Because in case any kind of natural disaster they fall down, don't fall up to the building, they just fall outside. Just top of the Taj Mahal is brass clavicle. So now there is brass from the British time. But when Taj Mahal was complete in 1653, in that time he used gold on the Taj Mahal. So all gold took by the British from here and put the brass. In that time he used something 644 kilograms gold. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഹിസ്റ്ററീസ് പറഞ്ഞു തരുവാണ്. മുംതാസിൻ്റെ ശരിക്കും പേരെന്തായിരുന്നു എന്നും ഈ മാർബിൾസ് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്നും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളും, പിന്നെ ഈ താജ്മഹലിന് ചുറ്റിനും 4 മിനാരങ്ങൾ കാണാം. ആ 4 മിനാരങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല എന്നും അത് പുറത്തേക്ക് ചെറുതായിട്ട് കുത്തനെയാണുള്ളതെന്നും, കാരണം വെള്ളപ്പൊക്കമോ യമുന നദീതീരത്താണല്ലോ ഉള്ളത്. അപ്പോൾ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അത് താജ്മഹലിൻ്റെ മുകളിലേക്ക് വീണിട്ട് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നിർമ്മിച്ചതെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇത് മുംതാസിൻ്റെ 3ാമത്തെ ശവകുടീരാണ്, 3ാമതായിട്ട് അടക്കം ചെയ്യുന്നതാണ് ഇവിടെ എന്നെങ്ങാനാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. 3ാമത് തന്നെയാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് മരിച്ച സ്ഥലത്ത് അടക്കം ചെയ്തിരുന്നു. പിന്നീടാണ് താജ്മഹൽ ഉണ്ടാക്കാൻ നേരത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് പുറത്ത് അടക്കി, പിന്നെ
പിന്നെ അതിന് ശേഷം താജ്മഹൽ ഉണ്ടാക്കിയതിന് ശേഷം താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും മാറ്റി അടക്കം ചെയ്യപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് പിന്നെ നമ്മൾ പുറത്തിറങ്ങി, പുറത്ത് യമുന നദിയാണ് കാണുന്നത്. ഈ യമുന നദിയുടെ ഓപ്പോസിറ്റായിട്ട്, താജ്മഹലിന് നേരെ ഓപ്പോസിറ്റായിട്ട് കറുത്ത മാർബിൾ കൊണ്ട് ഒരു താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി ഷാജഹാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇത് നമുക്ക് തറയെല്ലാം അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിന് അത് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും ഷാജഹാൻ്റെ പുത്രൻ അദ്ദേഹത്തെ തടങ്കലിലാക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണേ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആഗ്ര ഫോർട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ആഗ്ര ഫോർട്ടിലെത്തിയേ. ആഗ്ര ഫോർട്ടിൽ നമ്മൾ ഗൈഡ് ഇല്ല കേട്ടോ. അപ്പോൾ ഗൈഡ് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ 1500 രൂപയോ അങ്ങനെ എന്തോ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ ഗൈഡ് വേണ്ട, നമ്മൾ പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അമ്പാടി ഇപ്പം കരച്ചിലാണ്. അവൻ ഉറങ്ങിയതായിരുന്നു. അപ്പോൾ വിബിയാൻ്റെ കയ്യിൽ നിന്ന് ഞാനിങ്ങോട്ടേക്ക് എടുത്തപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി. പിന്നെ അവന് ഫീഡൊക്കെ ചെയ്തപ്പോൾ പിന്നെ അവന് ഓക്കെ ആയേ. ഇപ്പോൾ നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയാണ് ഷാജഹാനെ തടവറയിലാക്കിയത്. ഷാജഹാൻ്റെ മകൻ ഔറംഗസീബാണ് അദ്ദേഹത്തിന് ഇവിടെ തടവറയിലിട്ടത്. കാരണം അദ്ദേഹം താജ്മഹൽ പോലെ തന്നെ ഒരു കറുത്ത നിറത്തിലുള്ള താജ്മഹൽ പണിയാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഷാജഹാൻ്റെ മരണശേഷം ഷാജഹാനെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ തൻ്റെ പിതാവ് ഇങ്ങനെ പല നിർമ്മിതികളും നിർമ്മിച്ചുകൊണ്ട് ഉള്ള സമ്പത്ത് മൊത്തം ഇല്ലാതെയാക്കി തീർക്കും എന്നുള്ള ഒരു കാരണത്താലാണ് ഔറംഗസീബ് ഷാജഹാനെ ഇവിടെ തടവറയിലാക്കിയത്. പിന്നീട് അദ്ദേഹം ഇവിടെ ഒരു 10 വർഷത്തോളമാണ് അദ്ദേഹം ഇവിടെ തടവറയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആഗ്ര ഫോർട്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. അങ്ങനെ ഈ ഷാജഹാന് ആ 10 വർഷക്കാലത്തോളം ഈ തടവറയിൽ കിടന്നുകൊണ്ട് താജ്മഹൽ കണ്ടുകൊണ്ടാണ് മരണം അടഞ്ഞതെന്നാണ് പറയുന്നത്. ഇവിടുന്ന് 10ാമത്തെ വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹൽ കാണാമെന്ന് പറഞ്ഞില്ലേ, ഇത് ആ കാണുന്നതാണ് താജ്മഹൽ. This is the palace being called as Musamman Bud, Shah Bud or Judgment Palace. This was built by Emperor Shah for his beloved queen Mumtaz Mahal. And this has been built with this inlay work of 7% stone. You will see closely, you will find 63 rooms committed in there. You see,
can see the Taj Mahal from here, right? ഈ ആഗ്ര ഫോർട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഈ താജ്മഹൽ കാണാൻ കഴിയും കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനി വൈകുന്നേരമുള്ള ഒന്നും വീഡിയോ എടുത്തിട്ടില്ലേ. ഇന്നത്തെ ദിവസം അവിടെ നിന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് ഡൽഹിക്ക് പോകുന്നത്. ഈ ആഗ്രയിൽ നിന്ന് ഒരു 3.5-4 മണിക്കൂറുണ്ട് നമുക്ക് ഡൽഹിയിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചേ. രാത്രി ഭയങ്കര തിരക്കായി. ഇപ്പൊ രാവിലെ എല്ലാവരും കടന്നു തുടങ്ങിയിട്ടല്ലേ, പകലില്ല. ഫ്രീന്റെ ഫോണിൽ എടുത്തില്ല അവര്. അപ്പോൾ നമ്മൾ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നല്ല റോഡാണ്, ഡൽഹി വരെ അങ്ങെത്തുന്നവരെ നല്ല റോഡാണ്. പിന്നെ നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്നത് നിറയെ കൃഷിയാണ്. ഈ കടുക്, ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ഈ ചുടുകട്ട ഉണ്ടാക്കുന്ന ചൂളകളാണ്. ഇഷ്ടിക പോലെയുള്ള അതൊക്കെ ഉണ്ടാക്കുന്ന ചൂളകൾ കുറേ കാണാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് അക്ഷർധാം ടെമ്പിളിലാണ് കേട്ടോ.
ഭഗവാൻ സ്വാമി നാരായണൻ്റെ അമ്പലമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണോ ഒന്നും നമുക്ക് കയറ്റാൻ പറ്റില്ല കേട്ടോ. വെള്ളം മാത്രം നമുക്ക് വേണമെങ്കിൽ എടുത്ത് കൈ പിടിക്കുക. അപ്പോൾ അമ്പാടിക്ക് കൊടുക്കാനുള്ള വെള്ളം മാത്രമേ ഞാനെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഒന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാലും ആഗ്രയിലായിരുന്നെങ്കിലും തന്നെ നമുക്ക് ഈ നമ്മളെ ദേശീയ പതാക ഇങ്ങനെ കാണാൻ പറ്റൂ കേട്ടോ. നമ്മൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഡൽഹിയും യുപിയും ബോർഡർ ആണെന്നാണേ ഈ കാണുന്ന ഈ സ്ഥലം. ഈ കാണുന്നതാണ് അക്ഷർധാം ടെമ്പിള്. ഭയങ്കര വലിയ അമ്പലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ബാഹുബലി സിനിമയിലെല്ലാം കാണില്ലേ, അതുപോലെയാണ് ഉള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അക്ഷർധാം ടെമ്പിൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു അമ്പലമായിട്ടൊന്നും അല്ല നമുക്ക് തോന്നുക. കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പുതിയതായി ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളൊക്കെ പോലെ. നമ്മളെ നാട്ടിലെ അമ്പലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഇറങ്ങുന്ന കാര്യം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിനോട് ഉള്ളിലുള്ള ഒരു വീഡിയോസോ ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ് കേട്ടോ. ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പുറമേ നിന്ന് കാണാനുള്ള ആ ഭംഗി മാത്രമേ ഉള്ളൂ. ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ധ്യാനത്തിനൊക്കെ പറ്റുന്ന ഒരു സംഗതിയാണ് ഉള്ളിലെ സെറ്റപ്പ്. ആ ഉള്ളിൽ നമുക്കൊരു ചെറിയ സൗണ്ട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് മുഴങ്ങി കേൾക്കും. അത് നിയന്ത്രിക്കാനൊക്കെ അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. അപ്പോൾ നമ്മളിതിലൂടെ കയറി പുറത്ത് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വലിയൊരു ക്യൂ നിന്നാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. ഇവിടെ നിറയെ ആൾക്കാരുമാണ്. കുറേ ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. അത്രയും നടന്ന് കാണാൻ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ലോട്ടസ് ടെമ്പിൾ പുറമേ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പുറമേ നിന്ന് കണ്ട് ആസ്വദിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. നമ്മൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ ടാറ്റാ.